ഒരു സിനിമ കാണുന്നതിന് മുമ്പ് അതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കും. ആ പ്രതീക്ഷകളൊക്കെ ആയിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറം നിൽക്കുന്ന ഒരു ഗംഭീര സിനിമയാണെങ്കിൽ ആ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലുള്ളൊരു ഹൈ ഉണ്ടാവും, ഒരു ആനന്ദം ഉണ്ടാവും. അത് ഞാൻ വീണ്ടും അനുഭവിക്കുകയാണ്. അത് ഇതിനു മുമ്പ് പല സിനിമകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. ഇന്ന് കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആ ഒരു അവസ്ഥയിലായിരുന്നു. ഭയങ്കര സന്തോഷം. ഒരു അടിപൊളി പടം ഞാൻ കണ്ടു. എൻ്റെ സമയത്തിനെ ഇത്രയധികം ബഹുമാനിക്കുന്ന, എൻ്റെ പണത്തിനെ ഇത്രയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലില്ലേ, അത് നേരത്തെ പറഞ്ഞല്ലോ, വാക്കുകൾക്കപ്പുറം നിൽക്കുന്ന ഒരു കാര്യമാണ്. ദിനജിത്ത് അദ്ദേഹം കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറയുന്ന സിനിമയായിട്ട് 2019 വന്നു. അത് കഴിഞ്ഞ് 2024 5 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമയായിട്ട് വരുന്നത്. ഈ 5 വർഷം കൊണ്ട് അയാൾ മലയാള സിനിമയുടെ കിരീടത്തിൽ വെക്കാൻ പറ്റുന്ന നല്ല ഉഗ്രനൊരു തൂവൽ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ തൂവലിനെ യഥാസ്ഥാനത്ത് എത്തിക്കേണ്ടത് നമ്മൾ പ്രേക്ഷകരാണ്. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണമെന്നൊന്നും ഞാൻ പറയില്ല. ഈ വീഡിയോയിൽ നെഗറ്റീവ്സ് ഒന്നും പറയുന്നില്ല, അതൊരു സ്പോയിലറായിട്ട് കൂട്ടിക്കോ. ഒറ്റ നെഗറ്റീവ് എനിക്ക് പറയാനില്ല. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. നിങ്ങൾ സീരിയസ് ആയി സിനിമയെ കാണുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ആൻഡ് ഫാമിലി ഓഡിയൻസിനും അവരിത് കാണണം. കാര്യം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ രംഗങ്ങളുണ്ട്. പക്ഷേ ഈ ഇമോഷണൽ രംഗങ്ങളിലൂടെ കടന്നുപോയി സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര സാഡായി, ഡൗൺ ആയി, അതല്ല. ഒരു ജീവിതം നമ്മൾ കണ്ടു, അതിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒന്നല്ല, ഒരുപാട് ജീവിതങ്ങൾ ഒരുമിച്ച് നമ്മൾ കാണുകയാണ്. അത് നമ്മളിലുണ്ടാക്കുന്ന ഒരു ഇമോഷണൽ, ഒരു കെമിക്കൽ ചേഞ്ച് എന്നൊക്കെ പറയുന്നൊരു ഇമോഷണൽ ചേഞ്ച് ഉണ്ട്. അത് അടിപൊളിയാണ്. അതുകൊണ്ട് ഫാമിലിക്കും ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ, പുകഴ്ത്തി പറയുമ്പോൾ കുറച്ച് പേരുകൾ മിസ്സാവാൻ പാടില്ല എന്നെനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് പേരുകൾ ആദ്യം വായിക്കുകയാണ്. ബാഹുൽ രമേഷ്. ഈ അടുത്ത കാലത്ത് പ്രൊമോഷണൽ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ സിനിമയെ കുറിച്ചൊരു ഇമേജ് ഫോമായി പോകുന്നു. ചില ഇൻ്റർവ്യൂ കാണുമ്പോൾ തല്ലിപ്പൊളി പടമാണ് എന്ന് തോന്നലുണ്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇപ്പം പരമാവധി ഇൻ്റർവ്യൂസ് ഒഴിവാക്കും. പിന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ ഇൻ്റർവ്യൂ മൊത്തത്തിലൊന്ന് കണ്ടു നോക്കും എന്നുള്ളതല്ലാതെ കുത്തിയിരുന്ന് ഇപ്പോൾ ഇൻ്റർവ്യൂസ് ഒന്നും കാണാറില്ല. അപ്പം ഞാൻ പേര് പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ അതിഗംഭീര വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്, ഡയലോഗ്സ്, DOP ഒക്കെ ചെയ്തിട്ടുള്ളത് പുള്ളിയാണ്. അയ്യോ, അതായത് ഇങ്ങേര് മനസ്സിൽ ഇമാജിൻ ചെയ്ത്, പുള്ളി തിരക്കഥ ഒരുക്കിയിരിക്കുകയാണല്ലോ, അപ്പോൾ ഇയാളുടെ മനസ്സിലുള്ള കാര്യത്തിന് ഇയാൾ തന്നെ സ്ക്രീനിലേക്ക്, ക്യാമറയിലേക്ക് പകർത്തിയെടുക്കുകയാണ്. അത് നമ്മുടെ മുന്നിലേക്ക് വരുവാണോ. അടിപൊളി വർക്കാണ്. ആൻഡ് എഡിറ്റർ സൂരജ് ES, പുള്ളി അനാവശ്യമായിട്ടുള്ള ഒരു കത്തിവെപ്പ് നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കത്തിവെച്ചതെല്ലാം കൃത്യമായ ഇടങ്ങളായിരുന്നു എന്നാണ് തോന്നുന്നത്. ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിരുന്നു സിനിമ. മ്യൂസിക് മുജീബ് മജീദ്, എൻ്റെ പൊന്നു മച്ചാനെ, സൂപ്പർ കിണ്ണം കാച്ചിയ വർക്കാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. സൗണ്ട് മിക്സ് വിഷ്ണു സുജാതൻ, കളറിസ്റ്റ് ശ്രീക് വാര്യർ. ഇത്രയും പേരുകൾ മിനിമം ഞാൻ പറയേണ്ടതാണ്. അത്രയും ഗംഭീരമായിട്ടുള്ള വർക്ക് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും സുന്ദരമായിട്ട് അനുഭവപ്പെടുന്നത്. പിന്നെ ഈ വീഡിയോയിൽ സ്പോയിലർ ഇല്ലാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം. കാരണം ഇതിലെ ഏറ്റവും അധികം പുകഴ്ത്തേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത് സ്പോയിലർ എലമെൻ്റ് ഉള്ള സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് ഒരു പൊടിക്ക് താഴ്ത്തി പിടിച്ചിട്ട് എനിക്ക് പുകഴ്ത്താൻ പറ്റുള്ളൂ. ആദ്യത്തെ കാര്യം പെർഫോമൻസുകളാണ്. ആസിഫ് അലി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അയാളുടെ സ്ട്രോങ് പോയിൻ്റാണ്. അതായത് നമ്മൾ മമ്മൂട്ടിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയില്ലേ, അദ്ദേഹം സ്ക്രീനിൽ കരയുന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ കരഞ്ഞിരിക്കും. പുള്ളിയുടെ ഇമോഷണൽ രംഗങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അത് ടോപ്പ് നോച്ചാണ് എന്ന് പറയുന്ന പോലെ. ആസിഫ് അലിയുടെ ഒരു സ്ട്രോങ് പോയിൻ്റാണ് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഈ ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന ആ ഒരു സങ്കടത്തിൻ്റെയൊക്കെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. പുള്ളിയുടെ എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അതിൻ്റെ ഒരു ടോപ്പ് ലെയറിൽ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്ന ഒരു പെർഫോമൻസാണ് ഈ സിനിമയിലുള്ളത്. ചില ഡയലോഗ്സൊക്കെ ആസിഫ് അലി പറയുമ്പം അയാൾ ആ സിറ്റുവേഷനിൽ ജീവിച്ച് കഴിഞ്ഞതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത്രയും ഗംഭീരമായിട്ട് ചെയ്തു. അപർണ, അവർ ഈ പറയുന്ന പോലെ അവരുടേതല്ലാത്ത ഒന്നിനെ അവരുടേതായി കണ്ടുകൊണ്ട് അതിനുവേണ്ടി ഒരാളില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു അവതരണമാണ്. പിന്നെ വളരെ കുറച്ച് സീനിലേ ഉള്ളെങ്കിലും ജഗദീഷ്, അദ്ദേഹത്തിൻ്റെ ഈ ഫോറസ്റ്റ് ഓഫീസിലോ പോലീസ് ഓഫീസിലോ എന്തോ വെച്ചിട്ട് പുള്ളി തിരിഞ്ഞ് നടക്കുന്നൊരു സീനുണ്ട്. ആ നടത്തം പോലും, അതായത് അയാളുടെ എക്യുപ്മെൻറ്റ്സാണ്, അയാൾ ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പുള്ളി വേറൊരാളായി മാറുന്നൊരു സംഭവമില്ലേ. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ജഗദീഷ് ചേട്ടാ നമ്മൾ ബാക്കിൽ നിന്നൊരു ഷോട്ടാണ് വെക്കുന്നത്, അപ്പോൾ കുറച്ചൊന്ന് ആടി ഒന്ന് നടന്നാൽ മതി എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ആക്ടർ ഇടുന്ന ഒരു ഇൻപുട്ട് നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേകത ഫീൽ ചെയ്യും. അങ്ങനെ ഒരു വർക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. കുറച്ച് രംഗങ്ങളേ ഉള്ളൂ. അശോകൻ ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ മിസ്സാവരുത് എന്ന് തോന്നിയ, മിസ്സാവരുതെന്നല്ല, സത്യത്തിൽ പേരന്വേഷിച്ച് പോയപ്പോഴാണ് ഞാൻ ഇയാളാണോ അത് ചെയ്ത് എന്നാലോചിച്ച് പോയത്. നിഷാൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു വൻ തിരിച്ചുവരവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ കുഞ്ഞ് സാധനമാണ്. പക്ഷേ
വളരെ രസമായിട്ട് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയുടെ കിരീടം എന്ന് പറയുന്നത് അത് വിജയരാഘവൻ്റെ പെർഫോമൻസ് ആണ്. വിജയരാഘവൻ എന്നല്ല, കുട്ടേട്ടൻ എന്ന് വിളിക്കാൻ തോന്നുകയാണ്. അദ്ദേഹത്തിന് കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വലിയ വലിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ണി കുട്ടേട്ടൻ എന്ന് വിളിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുന്നതാണ്. അതായത് ഇതുവരെ തോന്നിയിട്ടില്ലാത്ത, ഇനി തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ചില സിനിമകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിൽ കൊള്ളാലോ, ഇതിൽ കൊള്ളാലോ, ആ സീൻ കൊള്ളാലോ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു സിനിമയുടെ അല്ലെങ്കിൽ ആ സിനിമയിലെ മൊത്തം ക്യാരക്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് അങ്ങ് സ്നേഹം തോന്നിപ്പോകുന്ന ഒരു പെർഫോമൻസ് അടിപൊളിയായിട്ടായിരുന്നു. ഞാൻ ക്യാരക്ടറിനോട് സ്നേഹം തോന്നിപ്പോകുന്നു എന്ന് പറയുന്ന സാധനമല്ല കേട്ടോ പറയുന്നത്, അങ്ങേരുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, ടോപ്പ് നോച്ച്, അതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല. ആൻഡ് മ്യൂസിക്, ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ പ്രദേശം, അവിടുന്ന് ഒരുപാട് മാറിയുള്ള സാംസ്കാരികമായും പ്രാദേശികമായൊക്കെ ഒരുപാട് മാറി നിൽക്കുന്ന ഒരു ടോണിലാണ് നമ്മൾ ഈ മ്യൂസിക് പരിപാടികളൊക്കെ കേട്ട് തുടങ്ങുന്നത്. അതിനെ പിന്നെ വളരെ ബ്ലെൻഡായിട്ട് കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ഇമോഷണൽ രംഗങ്ങൾ ചിലയിടങ്ങളിൽ ആ സീക്വൻസിൻ്റെ പ്രഷർ എന്താണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നത് മ്യൂസിക്കിലാണെന്ന് തോന്നിപ്പോൾ. പ്രത്യേകിച്ച് ഇതിൽ അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അപർണയുടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ അവർ മ്യൂസിക് കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു എന്താ പറയുക, ഭയങ്കര ക്യൂരിയോസിറ്റി, ടെൻഷൻ. എന്നാൽ നമ്മൾ ഒരു ടെൻഷൻ അടിച്ചോ നാവുന്ന അങ്ങനത്തെ ടെൻഷനല്ല, പക്ഷേ ആ സാധനം അത് വേറൊരു സാധനമാണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ആ സീക്വൻസിനെയൊക്കെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളി വർക്കാണ്. പിന്നെ പുകഴ്ത്തി പറയേണ്ട ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളുടെ പേര് വിട്ടുപോയി, വൈഷ്ണവി രാജ് എന്ന് പറയുന്ന അഭിനേത്രി. പുള്ളിക്കാരി ഈ സിനിമയിൽ വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ 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 കുറച്ചേ ഉള്ളൂ, പക്ഷേ ഉള്ള സമയത്ത് അവരുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ആസിഫ് അലിക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന, ഒരുപക്ഷെ മലയാളത്തിൽ ഇന്ന് വരെ വേറെ ഏതെങ്കിലും ഒരു അഭിനേതാവ് ഇങ്ങനൊരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ അയാളെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് അത്രയും ഒറിജിനലായിട്ട് അത്രയും ഗംഭീരമായിട്ട് അവരത് ചെയ്തു. അതായത് ഒരു മൊമെൻറ്റിൽ പോലും അവരൊരു അഭിനേത്രിയാണെന്നോ അല്ലെങ്കിൽ അധികം സിനിമകളിലൊന്നും കണ്ടിട്ടില്ല, ഓർമ്മ കിട്ടുന്നില്ല എനിക്ക്, പക്ഷേ ഇത് മാരകമായിപ്പോയി, ഇത് അസാധ്യമായിപ്പോയി. അതാണ് ഒരു ആർട്ടിസ്റ്റിന് അയാളൊരു ഗംഭീര ആർട്ടിസ്റ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സീനൊന്നും കിട്ടണമെന്നില്ല, ഒരു സെക്കൻഡ് കിട്ടിയാൽ മതി. പിന്നെ മ്യൂസിക് കിടിലം വർക്കാണ്. ആൻഡ് വിഷ്വൽസ് ഏറ്റവും ഭംഗിയായിട്ട്, എന്ന് വെച്ചാൽ നല്ല സാച്ചുറേറ്റഡ്, നല്ല കളേഴ്സൊക്കെ ആയിട്ട് വളരെ രസമായിട്ടാണ് പോകുന്നത്. പക്ഷേ ആ ഭംഗിക്കകത്താണ് ഭീകരത ഒളിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭംഗിക്കകത്താണ് നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. കാട് അങ്ങനെയാണ് അല്ലേ, എന്ത് സുന്ദരമാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട്, നമുക്ക് ഇന്ന് പിടികിട്ടിയിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട്. കടലിലേക്ക് നോക്കൂ, അത് എത്ര വശ്യമാണ്, സുന്ദരമാണ്, പക്ഷേ അവിടെ അത്രയും നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പില്ലേ എന്ന് പറയുന്നൊരു ഫീല് ഇതിൻ്റെ ടോട്ടൽ വിഷ്വലിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് വൈറ്റ് ഷോട്ടുകളൊക്കെ വെച്ചിട്ട് ആ പ്രദേശത്തിന് അവർ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ആർട്ടിസ്റ്റ് നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ആ എൻ്റയർ ഭൂമിക എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് പോലെ അത് വളരെ രസമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന നിഗൂഢത എന്ന് പറയുന്നൊരു ഫീൽ നമ്മൾ ഉണ്ടാക്കാൻ അതിൻ്റെ വിഷ്വലിന് പറ്റുന്നുണ്ട്. പിന്നെ കഥയിലേക്ക് വരുമ്പോൾ ഇതിനകത്തെ ഒരു മെയിൻ ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ സിനിമയിലെ പ്രധാനപ്പെട്ടൊരു ട്വിസ്റ്റ്, ആ ട്വിസ്റ്റിലേക്ക് വരുന്നതിനും കുറച്ച് മുമ്പേ തന്നെ ഇതിങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് എൻ്റെ മനസ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കോസ് എന്താണ് എന്ന് പറയുന്ന ഒറ്റ കാര്യമാണ് എനിക്ക് കിട്ടേണ്ടിയിരുന്നത്, ബാക്കി ഇതിലെ ട്വിസ്റ്റ് എന്തായിരിക്കും എന്നുള്ള ധാരണ എനിക്ക് കിട്ടി. അതായത് ഒരു ഊഹിക്കബിൾ പരിപാടിയായിരുന്നു. ബട്ട് സ്റ്റിൽ അതിൻ്റെ ചുരുളിങ്ങനെ അഴിഞ്ഞു വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു ഞെട്ടലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നൊരു പെയിനുണ്ട്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിലെ പ്രെഡിക്റ്റബിൾ ഫാക്ടറിനെ കുറിച്ച് ആരൊക്കെ പറഞ്ഞാലും ആ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ, ആ ഒഴുക്കുണ്ടല്ലോ, അടിപൊളിയാണ്. ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളൊന്നായിട്ട് എനിക്ക് സാദൃശ്യം തോന്നിയില്ല, പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു വിദേശ ചിത്രത്തിലെ രംഗങ്ങളുമായി സാമ്യമുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ പലരും പല ആരോപണങ്ങളും പറഞ്ഞുകൊണ്ട് വന്നേക്കാം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതൊരു ഇൻ്റർനാഷണൽ പരിപാടിയൊക്കെ കണ്ടതുപോലെ, അതായത് കുറേ നാളുകൾക്ക് മുമ്പൊക്കെ നമ്മൾ കണ്ട് ഞെട്ടിയിട്ടുള്ള ഏതൊക്കെയോ സൈക്കോളജിക്കൽ ത്രില്ലറൊക്കെ കാണുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ ചുരുളഴിയൽ കാര്യത്തിലേക്ക് വരുമ്പോൾ. അങ്ങനെ മൊത്തത്തിൽ അതിൻ്റെ വിഷ്വലും ഓഡിയോയും ആ സിറ്റുവേഷനും പെർഫോമൻസുകളും ഒക്കെ ചേർന്നുകൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അത് ഇനി വേറെ ഏതെങ്കിലും സിനിമയിലാണെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വന്നാൽ പോലും വാട്ട് എവർ ദേ ഡിഡ് അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ക്രൂ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും പോസിറ്റീവ് ഘടകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഒരു അണ്ടർലൈൻ, നമുക്ക് വേണമെങ്കിൽ കുറേ ഫിലോസഫിക്കലായിട്ടൊക്കെ സംസാരിച്ച് ചിന്തിച്ചൊക്കെ പോകാൻ പറ്റും. ഇവിടെ ആരാണ് അല്ലെങ്കിൽ എന്താണ് തെറ്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ശിക്ഷ എന്താണ്, അതോ ആ ശിക്ഷ രക്ഷയാണോ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലെ സ്പോയിലർ എലമെൻറ്റ് ഞാൻ പറഞ്ഞേ പറ്റൂ, അത് ഞാൻ പറയില്ല. പക്ഷേ
നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള എലമെൻറ്റുകളുണ്ട്. ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം എൻ്റെ ഒരു സുഹൃത്ത്, നമ്മളിങ്ങനെ റിവ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഷെയർ ചെയ്യാറില്ല, പക്ഷേ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് കുറേ നേരം സംസാരിക്കാനുള്ള സാധനം ഉണ്ടായിരിക്കും എന്നാണ്. സത്യമാണ്, എനിക്ക് കുറേ നേരം സംസാരിക്കാനുണ്ട്. പക്ഷേ ഈ സ്പോയിലർ ആൻഡ് ഇതിൻ്റെ അകത്ത് ഈ കുരങ്ങിനെ കൊണ്ടുവന്നത്, കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന പേര് അങ്ങോട്ട് വരുന്നത്, അതൊക്കെ അടിപൊളിയാട്ടോ. എൻ്റെ ആകെ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത് ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. കാരണം ഇത് നമ്മൾ അങ്ങനെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഗംഭീരമാണ്. കൊച്ചു കുട്ടികളെയും കൊണ്ട് തിയേറ്ററിൽ പോയാൽ അവർക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം വിവരവും പ്രായമൊക്കെയുള്ള കുട്ടികൾ, ഒരു 10-14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഫാമിലിയായിട്ട് പോയി കാണാം. പിന്നെ സിനിമയെ സീരിയസ് ആയി നോക്കി കാണുന്ന, അതിലെ മാറ്റങ്ങൾ, പുതിയ ട്രെൻഡുകൾ അല്ലെങ്കിൽ പുതിയ സിനിമകൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സിനിമാ സ്നേഹിയാണ് നിങ്ങളെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ കാണാം. എൻ്റെ ഒറ്റ വാചകത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സിനിമ എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതുവരെ മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമകളോടൊപ്പം ചേർത്ത് വെക്കാവുന്ന ഒരു സിനിമ എന്നാണ് കിഷ്കിന്ധാകാന്ഡത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇതുപോലെ ഒരുപാട് കാണ്ഡങ്ങളുണ്ടാവട്ടെ, അതൊക്കെ ഗംഭീര സിനിമകളാക്കി മാറ്റാൻ സംവിധായകനും തിരക്കഥാകൃത്തിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ ഇനി നെഗറ്റീവ്സ് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.